ഹലോ, പിന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പിഡ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൂപ്പർ റെഡിൻ്റെ ജെൽ കളർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കളർ കുറവായപ്പോൾ കുറച്ചും കൂടെ ജെൽ കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സൂപ്പർ റെഡ് ആകുമ്പോൾ അത്യാവശ്യം തന്നെ കളർ ഉണ്ടാവും കേട്ടോ. പിന്നെ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ ക്രീമൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മുട്ട നമുക്ക് മുട്ടയുടെ തോട് ഇതുപോലെയുള്ള തോട് എടുത്താലും മതി. മുട്ട നമ്മൾ പൊട്ടിച്ച് എടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ തോട് എടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ മുട്ടത്തോടൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട പൊട്ടാതെ ശ്രദ്ധിക്കണം കയ്യിൽ പിടിക്കുമ്പോൾ. എന്നിട്ട് ആ മുട്ടയ്ക്ക് രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. ഒന്ന് കുറച്ച് ഷാർപ്പായിട്ടുള്ള, അതായത് കുറച്ചൊന്ന് കൂർത്ത് വന്നിട്ടുള്ള ഒരു സൈഡും പിന്നെ കുറച്ചൊന്ന് പരന്ന് വന്നിട്ടുള്ള ഒരു സൈഡും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പരന്ന് വന്നിട്ടുള്ള സൈഡിൽ ഇതുപോലെ കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ റോസാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസ് ഫ്ലവർ നെയിലാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നെയിൽ ഇല്ലാത്തവർക്ക് റോസ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ ഒരു മുട്ടയുടെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ റോസിൻ്റെ പെറ്റൽസ് വരയ്ക്കുന്ന നമ്മുടെ ആ ഒരു ചെറിയ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതല്ല, ഏറ്റവും ചെറിയ പെറ്റൽസിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുട്ട ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഫ്ലവർ നെയിലിൻ്റെ ആ ഒരു ആണി വെച്ചിട്ട് ആണി ഇങ്ങനെ തിരിച്ചു കൊടുക്കുമല്ലോ, അതുപോലെ നമ്മൾ മുട്ട ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് ആദ്യത്തെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഈ ഒരു മുട്ടയുടെ മുകളിൽ നിന്ന് റോസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി എത്ര റോസാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടയിൽ തന്നെ നമ്മളിതാ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള റോസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതളുകൾ വരച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെറിയൊരു റോസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉള്ള കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇനി ഈ ഒരു 2 റോസിൻ്റെക്കായും കുറച്ചും കൂടി ചെറുതായിട്ട് കുറച്ചൊരു വിരിഞ്ഞ് വരുന്ന ആ ഒരു പാകത്തിലുള്ള റോസും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ ചേർത്തിട്ടുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ റോസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ നോസിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ലീവ്സിൻ്റെ പൈപ്പിംഗ് ബാഗ് നമ്മുടെ ഒരു വി ഷേപ്പിൽ ഒരു നോസിലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ലീവ്സ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവർ നെയിലിൽ വെച്ചിട്ട് ചെയ്യുന്ന റോസിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മുട്ടയുടെ ഭാഗത്ത് വെച്ചിട്ട് മുട്ടയുടെ ആ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ റോസ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.